പണ്ടത്തെ യോഗികൾ സ്പെഷ്യലായിട്ടുള്ളൊരു പ്രാക്ടീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ശരീരത്തെയും മനസ്സിനെയും ഊർജ്ജങ്ങളെയും ഒന്ന് ശക്തിപ്പെടുത്താറുണ്ട്. അവരുടെ വൈബ്രേഷനെ നല്ല ഹൈ വൈബ്രേഷനാക്കി മാറ്റാറുണ്ട്. ചില സമയത്ത് അവർക്ക് ചെയ്യാനുള്ള സമയമുണ്ടാവും. 2 മാസം, 3 മാസം, 4 മാസം ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ ടൈം മാറ്റിവെക്കാൻ സാധിക്കും. ചില സമയത്ത് അങ്ങനെയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകളെ ബാക്കിയുണ്ടാവും. അത്രയും മണിക്കൂറുകളിൽ അവരവരുടെ വൈബ്രേഷൻ ഉയർത്തിയിരിക്കണം. ശരീരത്തെയും മനസ്സിനെയും ഊർജ്ജങ്ങളെയും ശുദ്ധീകരിച്ചിരിക്കണം. അതിനുവേണ്ടി അവർ 3 രീതിയിലുള്ള ചില യോഗ ഭക്ഷണക്രമങ്ങൾ പാലിക്കാറുണ്ട്. ഇത് സാധാരണ രീതിയല്ല, യോഗ സ്റ്റൈലുള്ള ഒരു പ്രത്യേക ഭക്ഷണ ക്രമമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് യോഗ ചെയ്ത് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവ 3 എണ്ണമോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നോ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഊർജ്ജങ്ങൾ ഉയരുന്നതായും ഹൈ വൈബ്രേഷൻ നേരിട്ട് അനുഭവിക്കുന്നതായും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇവ എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ അവസാനം വരെ കാണും. ഏതൊരു പുതിയ ശക്തിയും ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പല വേസ്റ്റുകളെ, ശരീരത്തിലും ഊർജ്ജത്തിലുമുള്ള പല മാലിന്യങ്ങളെ പുറന്തള്ളേണ്ടതുണ്ട്. അതാണ് യോഗികൾ ആദ്യമായിട്ട് ചെയ്യുക, ദ പേർജിങ്. പേർജിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. നിങ്ങളുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഭക്ഷണത്തിലൂടെയും ഊർജത്തിലൂടെയും ശരീരത്തിൽ പ്രവേശിച്ച ആവശ്യമില്ലാത്ത വൈബ്രേഷൻസിനെ, വിഷങ്ങളെ, വേസ്റ്റുകളെ പുറന്തള്ളുന്ന പ്രക്രിയ, അതാണ് പേർജിങ്. ഇതാണ് യോഗികൾ ആദ്യമായിട്ട് ചെയ്യുക. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ത്രിഫല. കേട്ടിട്ടുണ്ടാവും, ത്രിഫല പൗഡർ, ത്രിഫല ടാബ്ലറ്റ്. ഇതെങ്ങനെ കഴിക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശരീരം ചൂടുള്ള ശരീരമാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. തണുപ്പുള്ള വാത കഫ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ആയുർവേദിക് കോട്ടക്കൽ പോലുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ കേരളത്തിലാണെങ്കിൽ, അവിടെ പോയ ഇൻസ്ട്രക്ഷൻ അവരോട് ചോദിക്കുക ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അവർ നിങ്ങളുടെ പ്രകൃതി അനുസരിച്ച് പറഞ്ഞു തരും. ആ രീതിയിൽ കഴിക്കണം, അല്ലാതെ എടുത്തങ്ങ് വിഴുങ്ങാൻ പറ്റുന്ന സാധനമല്ല. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കാം, ഇത് സേഫാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് മാത്രമേ ഇതിനെ കഴിക്കാൻ പാടുള്ളൂ. ചിലർക്ക് പാല് ചേർത്ത് കഴിക്കാം, ചിലർക്ക് വെള്ളത്തിലായിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ബോഡി ടൈപ്പ്. ഓക്കെ, അപ്പോൾ അവരോട് നേരിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ എടുക്കുക. ഇത് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കുടലിലൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന പല വേസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന വേസ്റ്റുകളാണ്. ഫുള്ളി ഡൈജസ്റ്റ് ആവാതെ, ഫുള്ളി പുറന്തള്ളാൻ ബോഡിക്ക് സാധിക്കാതെ അവിടെ എവിടേക്കായിട്ട് കിടക്കുന്ന ചില വേസ്റ്റുകൾ. ആയുർവേദത്തിൽ ഇതിന് ആമ എന്ന് പറയും, ടോക്സിൻസ് എന്ന് പറയും. ഇത് പുറന്തള്ളാൻ ത്രിഫല ബെസ്റ്റാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അത്ര എക്സ്റ്റെൻഡ് ഒന്നും പോകാൻ വയ്യ എന്നാണെങ്കിൽ ടർമറിക് ഉപയോഗിക്കുക. ഓക്കെ, ടർമറിക് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതും നിങ്ങളുടെ ബോഡി തണുപ്പാണ്, നിങ്ങൾക്ക് നല്ല ഡൈജഷൻ പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. രാവിലെ ആദ്യമായിട്ട് ഒരു ഭക്ഷണം കഴിക്കില്ലേ, അതിൽ കുറച്ച് ടർമറിക് ഇട്ട് കഴിക്കുക. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് കുറച്ച് ടർമറിക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ കഴിക്കാൻ നോക്കുക. ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ഒരു ദിവസം കഴിച്ച് എങ്ങനെയുണ്ട്, നിങ്ങളുടെ സ്റ്റൊമക്കൊക്കെ ഓക്കെയാണ്, ഡൈജഷൻ ഓക്കെ ആണെന്ന് ഉറപ്പിക്കുക. ഇങ്ങനെയാണ് ത്രിഫലയും ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഓക്കെ ആണെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലെ വേസ്റ്റുകളെല്ലാം വെറും 24 മണിക്കൂർ, ഇതെല്ലാം 24 മണിക്കൂറിൽ വർക്കാവും. പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ സംഭവിക്കും. ഈ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കാരണം സാധനങ്ങൾ പുറത്ത് പോയാൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ മിനിമം 3 അടിയെങ്കിലും ഒന്ന് ഉയരും. ഓറയ്ക്ക് കുറച്ചെങ്കിൽ കുറച്ചൊരു വളർച്ച സംഭവിക്കും. ഇതാ ഞാൻ പറഞ്ഞ 24 മണിക്കൂറിൽ വൈബ്രേഷൻ ഉയർന്നിരിക്കും. ഒന്നില്ലെങ്കിൽ ത്രിഫല, അല്ലെങ്കിൽ ടർമറിക്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പേർജിങ്, പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം, അതിനൊരു പോഷകം കൊടുക്കുകയാണ് നമ്മുടെ വൈബ്രേഷന്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചവനപ്രാശം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കും അവർക്ക് ചേർന്ന ചില ചവനപ്രാശങ്ങളുണ്ട്, അതെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, പല വെറൈറ്റി ഉണ്ട്. ഇതും നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നല്ലൊരു ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. എവിടെയും ശ്രദ്ധിക്കുക, ചവനപ്രാശം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. അതേ, വളരെ നർച്ചറിങ് ആണ് ബോഡിക്ക്, പക്ഷെ കുറച്ച് ഹീറ്റിംഗ് ടെൻഡൻസി ഉള്ളതാണ് ചവനപ്രാശം. ഓരോന്നും ഓരോ വിധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൈജഷൻ കുറച്ച് വീക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി ഹീറ്റിംഗ് ആണെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രകൃതമാണെന്നുണ്ടെങ്കിൽ ചവനപ്രാശം അധികം കഴിക്കരുത്. ചെറിയ സ്പൂൺ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുഴപ്പമില്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. അല്ല, നിങ്ങൾക്കൊരു വാത പിത്ത ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചേർന്ന് ചവനപ്രാശമുണ്ട്. നിങ്ങൾക്ക് ഹീറ്റ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ചവനപ്രാശം ഒരു 2 സ്പൂണൊക്കെ ഒരു ദിവസം വെച്ച് കഴിക്കാൻ പറ്റും. ഒരുപാടൊന്നും കഴിക്കരുത്. കുട്ടികൾക്കും കൊടുക്കാം, തെറ്റില്ല. അവരുടെ ബോഡി പ്രകൃതം നോക്കിയിട്ട് ഒരളവ് എപ്പോഴും കൺട്രോൾ ചെയ്ത് വേണം ഇത് കൊടുക്കാൻ.
ഇതും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് അവരോട് ചോദിക്കുക എങ്ങനെയെന്ന്. കാരണം ഓരോരുത്തർക്കും ഓരോ അഡ്വൈസ് ആയിരിക്കും ഓരോ ചവനപ്രാശത്തിന്. ആ രീതിയിൽ വേണം നിങ്ങളിത് കഴിക്കാൻ. ഓക്കെ. ഞാൻ ആദ്യം നിങ്ങളിപ്പോൾ ത്രിഫല പൗഡർ എടുത്തു എന്ന് വിചാരിക്കുക. അത് നിങ്ങളെ മൊത്തത്തിൽ പേർജ് ചെയ്യും. രാവിലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ മൊത്തത്തിലൊന്ന് ശുദ്ധീകരിക്കപ്പെടും ആ ഇൻറ്റസ്റ്റൈൻസ് ഒക്കെ. അത് കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുക. ഒരു ഡൈജഷൻ ഗ്യാപ്പ് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഈവനിങ് ടൈമിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇത് ചെയ്യുമ്പോൾ ശുദ്ധീകരിച്ച ഇൻറ്റസ്റ്റൈൻസിലൂടെ നിങ്ങളുടെ ശരീരത്തിലൂടെ ഈ ചവനപ്രാശം എന്ന സാധനം പ്രവേശിക്കുമ്പോൾ നിങ്ങളെ നേർച്ചർ ചെയ്യാണ്. ഈ ആയുർവേദ ടൈപ്പ് ഉണ്ടാക്കുന്ന ഫോർമുലേഷൻ നിങ്ങളെ ഭക്ഷണത്തിൽ, ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എനർജി തരും. പക്ഷെ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോർമൽ ഒരു എനർജി മാത്രമല്ല നൽകുന്നത്, ഓജസ് എന്ന് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പ്രാണിക് എനർജി, അത് പ്രദാനം ചെയ്യാനും എപ്പോഴും ആയുർവേദ ബെസ്റ്റാണ്. അതിൽ വൺ ഓഫ് ദ തിങ് ആണ് ചവനപ്രാശം. ഇത് ദിവസങ്ങളോളം തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ സ്പൂണ് ഒരു ദിവസം നിങ്ങളെടുത്താൽ 24 മണിക്കൂറിൽ നിങ്ങളുടെ ഓരോ ടിഷ്യൂസും ഓരോ സെല്ലിലും പുതിയ പുതിയ എനർജി വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പറഞ്ഞതെടുക്കണ്ട, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിച്ച് അനുഭവിച്ച് നോക്കുക. ഓക്കെ. നൗ എഗെയിൻ ഒരു കോഷൻ പറയാണ്, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്. നിങ്ങളുടെ ഡൈജഷൻ ഒരു സ്ട്രെങ്ത് ആയിരിക്കും. എല്ലാവർക്കും എല്ലാം ചേരണം എന്നില്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ് ഏതെങ്കിലും ഒന്നെടുത്താലും തെറ്റൊന്നുമില്ല. ദിവസം ത്രിഫല പൗഡർ ഓക്കെയാണ്. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ചവനപ്രാശം എടുക്കുക, അതും തെറ്റൊന്നുമില്ല. ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ബോഡി ടൈപ്പ് ആൻഡ് യുവർ കപ്പാസിറ്റി. ഇനി ഹീറ്റിംഗ് ആയ ബോഡി ടൈപ്പിൻ്റെ ആൾക്കാരുടെ മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ടാവും, അതൊന്നും എനിക്ക് പറ്റില്ല, ത്രിഫല ചവനപ്രാശം എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഹീറ്റിംഗ് അല്ലാത്തവർക്കും തോന്നും ത്രിഫല ചവനപ്രാശം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവർക്ക് ഏറ്റവും സേഫസ്റ്റ് ആയ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ് രാവിലെ ഉറങ്ങി അടിച്ച ഉടനെ ഇളം ചൂടുവെള്ളം കുടിക്കുക. ജസ്റ്റ് 250 ml. അത്ര കപ്പാസിറ്റി ഇല്ലെങ്കിൽ ജസ്റ്റ് 100 ml ഓർ 150 ml. ആദ്യം ഇത് കുടിക്കുക, ചൂടുവെള്ളം. അതിൽ പറ്റുമെങ്കിൽ കുറച്ച് ലെമൺ ഓർ ഉപ്പ് നിങ്ങൾ ചേർക്കുക. ഇതും നിങ്ങളുടെ ഓരോരുത്തരുടെ ഡൈജസ്റ്റബിലിറ്റി നോക്കിയിട്ട് ചെയ്യണം. ഇനി അതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ വെറും ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ആദ്യം എടുത്ത് കുടിക്കുക. ഓക്കെ. അതിനുശേഷം ഫ്രൂട്ട്സ് എടുക്കുക. പലരും വിചാരിക്കും ഫ്രൂട്ട്സ് ഇപ്പോൾ എടുത്തിട്ട് എന്തിനാ, ചിലർക്ക് ഷുഗറാണ്, എനിക്ക് എടുക്കാൻ സാധിക്കില്ല, ഫ്രൂട്ട്സിന് ഇപ്പോൾ അത്ര വലിയതൊക്കെ ഉണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും തിന്നാൽ പോരെ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസിനെയും നിങ്ങൾക്ക് അവിടെ കിടക്കുന്ന ബ്ലോക്കേജുകളെയും അകറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല സോഴ്സാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ട്, ഒരുപാട് വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ടുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശുദ്ധീകരിക്കാൻ ബെസ്റ്റാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഒന്നും കഴിക്കരുത്. എന്നിട്ട് 4ാമത്തെ മണിക്കൂർ നിങ്ങളൊരു ഫ്രൂട്ട് കഴിക്കുക. ഒരുപാട് വാട്ടർ കണ്ടന്റ് അടങ്ങിയ, ഇപ്പോൾ ഒരു വാട്ടർ മെലനോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം അതിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ 4ാമത്തെ മണിക്കൂറിൽ കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് പറയും. പലർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല, അതുകൊണ്ടാണ് അതിൻ്റെ മഹത്വം അറിയാത്തത്. ടൈം പാസിന് എടുത്ത് കഴിക്കും, വിശന്നാൽ വെറുതെ എടുത്ത് കഴിക്കും. അല്ലാതെ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ ഫ്രൂട്ട്സ് ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഉപയോഗം ആൾക്കാർക്ക് കിട്ടാത്തത്. ഈ സംഭവം നിങ്ങൾ ഡെയിലി ഇതീ പറഞ്ഞ ഒരു വാം വാട്ടർ ആദ്യം കുടിക്കുക, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, സിംഗിൾ ഫ്രൂട്ട് കഴിച്ചാലും 24 hours അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം അറിയാൻ സാധിക്കും. ഈ ഹൈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ 3 ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും അതിൻ്റെ സയൻസ് എങ്ങനെയായിരിക്കും? മൈൻഡ് നല്ല ക്ലിയർ ആവും, തോട്ട്സ് നന്നായിട്ട് കുറയും, ഇമോഷൻസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നല്ല സ്ലീപ്പ് കിട്ടും, ബോഡി നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ള ഹാബിറ്റുള്ള ആൾക്കാരാണെങ്കിൽ വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ തന്നെ പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക്, ഒരു ഡീപ്പ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും. അതാണ് ഈ ഹൈ വൈബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 14 days 14 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഫ്രൂട്ട്സ് എങ്കിൽ ഫ്രൂട്ട്സ്, ത്രിഫല എങ്കിൽ അത്, ചവനപ്രാശം എങ്കിൽ അത്, 1 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈസ് വരെ സ്പീഡപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ ഭക്ഷണത്തിലൂടെ എന്ന് തോന്നും, ഞാൻ അതാണ് ഇൻട്രോയിൽ പറഞ്ഞത്. യോഗികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രയോജനമുണ്ട് അല്ലേ? അവർക്ക് അവരുടെ പ്രാണിക് എനർജിയിലും അവരുടെ സാധനയിലും മെഡിറ്റേഷനിലും എന്തൊക്കെയോ എഫക്റ്റ് ഉണ്ട്. അല്ലാതെ അവരിങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. അവർക്ക് പോലും ഇത് ബെനിഫിറ്റ് ആണെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക്, ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഇത് എത്ര ഉപകാരപ്രദമായിരിക്കും? അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് 3 ഉപയോഗിച്ചോളൂ. അല്ലെങ്കിൽ ബെസ്റ്റ് കോംബോ ത്രിഫല ആൻഡ് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ചവനപ്രാശം ആൻഡ് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, ബാക്കിയുള്ള 2 ഏതെങ്കിലും ഒന്ന് മാത്രം.
ഓക്കെ, എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നോക്കരുത്. അതൊക്കെ വളരെ കുറച്ച് പേർക്ക് അത്ര കപ്പാസിറ്റി ഉള്ളൂ. അല്ലാത്തവർ ഈ പറഞ്ഞ ഞാൻ ഏതെങ്കിലും 2 കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് 24 മണിക്കൂറിൽ അനുഭവിക്കാൻ സാധിക്കും.